ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ഇന്നത്തെ യാത്ര ഗുരുവായൂരേക്കാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം വീട്ടിൽ നിന്ന് ബസ്സിൽ നിന്ന് ട്രെയിനിലേക്ക്, അങ്ങനെയാണ് നമ്മളെ യാത്ര തുടരുന്നത്. ഇതാണ് നമ്മുടെ ഗൈസ്, യവന്മാർ എന്നെ വട്ടത്തിൽ ഊക്കാനുള്ള പ്ലാനിങ് ആണ്. ഞാൻ ബാഗ് ഇട്ടെന്ന് പറഞ്ഞിട്ട് യവന്മാർക്ക് പിടി കൊടുക്കൂല. ബസ് എടുത്തിരിക്കുകയാണ്. നമ്മളെ പോയിട്ട് ട്രെയിൻ കിട്ടുമെന്ന് അറിയാൻ വയ്യ. ട്രെയിൻ കിട്ടണം, ഇവൻ കിട്ടിക്കാന്നാണ് പറയുന്നത്. ട്രെയിൻ കിട്ടിയും ഗൈസ്, ട്രെയിൻ കിട്ടിയും. ഗൈസ്, നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പോവാണ്. ഗൈസ്, നമ്മൾ ഗുരുവായൂരേക്ക് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിൻ കയറ്റിട്ടുണ്ട്. ബാക്കി കിടക്കുന്നതാണ് ട്രെയിൻ. നമ്മൾ 7 പേരാണുള്ളത്. ഗൈസ്, നമ്മൾ 5:25 ഇൻ്റർസിറ്റി ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. നമുക്കിനി നമ്മളെ രംഗചേട്ടൻ്റെ കച്ചേരി കുറച്ച് കേൾക്കാം. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ വെല്ലുവിളിക്കാനായിട്ട് നമ്മുടെ അനുരാഗ് വരുന്നുണ്ട്. ഗൈസ്, ഇനി ട്രെയിനിൽ പാടി കഴിഞ്ഞാൽ റെയിൽവേ പോലീസ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ശബ്ദം വലിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും വെൽക്കം ബാക്ക്. നമ്മൾ 12:15 ആയപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞെട്ടി. 3 ആൾക്കാരുണ്ടായിരുന്നു ട്രെയിനിൽ. സക്സസ്ഫുള്ളി റീച്ച് ഇൻ ഗുരുവായൂർ. യെസ്, നമ്മൾ സ്റ്റേക്കുള്ള സൗണ്ട് ഇതായിരുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഗൈസ്, നമ്മൾ ഇവിടെയാണ് ഫ്രഷപ്പ് ആവാൻ പോകുന്നത്. സിറ്റി ലിവ്ലിഹുഡ് സെൻറ്റർ. ഇത് മുനിസിപ്പാലിറ്റി 2 വരുന്നതാണ്. കുടുംബശ്രീ ചേച്ചിമാരാണ് നടത്തുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫ്രഷപ്പ് ആവാൻ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു സാധനമാണ്. നമ്മുടെ പടിഞ്ഞാറേ നടയിലാണ് വരുന്നത്. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. യെസ്, നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി ഫ്രണ്ടിൽ പോകണവരെ കാണിച്ചു തരാം. നമ്മൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് നേരെ പോവുകയാണ് അമ്പലത്തിലേക്ക്. നമ്മൾ സ്റ്റേ ചെയ്തത് കുടുംബശ്രീയുടെ ഒരു റൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ 3:30 ആയപ്പോൾ തന്നെ അമ്പലത്തിനോട് എത്തിയായിരുന്നു. നല്ല തിരക്കുറവായിരുന്നു. ഇനി ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വയ്ക്കണം. ഗൈസ്, ബൈ. ഗൈസ്, രാവിലത്തെ ഫുഡ് നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിച്ചു. ഇവിടെ 5:30 ആകുമ്പോൾ ഫുഡൊക്കെ റെഡിയാവും. നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഉത്രാളിക്കാവിലോട്ട് പോവാണ്. ഗൈസ്, നമ്മൾ ഉത്രാളിക്കാവിലാണ് ഗൈസ്. ഗൈസ്, ഇവിടെ കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടി. അത്രയ്ക്ക് വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കാമായിട്ട് നേച്ചറിൽ നിൽക്കുന്നൊരു പ്ലേസ്. ബാക്കിലൂടെ ട്രെയിൻ പോകുന്നതായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നെ ഫുഡാണല്ലോ മെയിൻ. ഇവിടെയും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി. അതും കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ നോക്കിയിരുന്നു ഗൈസ്. അതിനുശേഷം ടാറ്റ ബൈ ബൈ.